അസ്സലാമലൈക്കും. ഫാസ്റ്റ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയുള്ള ബീഫാണ്. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇത് 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇതുപോലെ ചതച്ചെടുത്തത്, നമ്മൾ നൈസായിട്ട് അരച്ചെടുക്കുന്നതല്ല, ചതച്ചെടുത്തത്, ഇത് 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി പേസ്റ്റായി അരച്ചത് 1 ടേബിൾ സ്പൂണ്. ഇഞ്ചി പേസ്റ്റായി അരച്ചത് 1/2 ടേബിൾ സ്പൂണ്. മല്ലിയില പുതിനയില ഇത് രണ്ടും ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 6 വിസിൽ വരുന്നത് വരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് 6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അതിനിടയിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ സ്ലൈസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ നമ്മുടെ ഓയിൽ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ 2 തവണയായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ബ്രൗൺ നിറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളി ഒരു വശം മാത്രം ഫ്രൈ ആയിട്ട് വരുള്ളൂ. ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രൈ ആയിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടില്ല, നല്ല ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഞാനൊരു ബട്ടർ പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി വെച്ച ഉള്ളിയും കൂടി ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി രണ്ടാമതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ബട്ടർ പേപ്പറിലോട്ട് മാറ്റാം. ഇപ്പോൾ ഉള്ളി മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വിടുവിച്ച് വെക്കുക. എന്നാലേ നമ്മൾക്കത് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതേ എണ്ണയിൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഒന്ന് ബ്രൗൺ നിറം ആകുന്ന സമയത്ത് തന്നെ നമുക്കിത് കോരി മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് മുന്തിരി ഫ്രൈ ചെയ്തെടുക്കാം.
മുന്തിരി എണ്ണയിലിട്ട് അപ്പാടെ തന്നെ അത് നല്ല രീതിയിൽ പൊങ്ങി വരും. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റണമില്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. പെട്ടെന്ന് കോരി മാറ്റില്ലെങ്കിൽ കരിഞ്ഞു പോകും. ഞാൻ നമ്മുടെ ഉള്ളിയും മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ബീഫ് നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇത്തിരി വെള്ളം കൂടിയുണ്ട്. ഞാൻ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. അപ്പോൾ അത് നമുക്ക് വറ്റാൻ വേണ്ടി വെക്കാം. അപ്പം ഞാൻ ബീഫ് വെള്ളം വറ്റാൻ വേണ്ടി ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ നമുക്ക് മസാല കൂടി തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ 1 ടേബിൾ സ്പൂണോളം ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ, ഇത് 2-2.5 കൈയിലോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ വലിയ ഉള്ളി 4 എണ്ണം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് തക്കാളി വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ ബീഫിൻ്റെ വെള്ളം വറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇപ്പം മുഴുവനായിട്ട് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്കിത് മസാലയിലോട്ട് ഒന്നിച്ചിട്ട് അങ്ങനെ വറ്റാൻ വെച്ചാലും മതിയാവും. അപ്പം നല്ല ടേസ്റ്റും കിട്ടും. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, ഗരം മസാല പൊടി 1/4 ടീസ്പൂണ്. ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തതുകൊണ്ട് മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ മസാല ഏകദേശം നല്ല രീതിയിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. ബീഫിൽ അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഇത് മസാലയിൽ നിന്ന് വറ്റിക്കോളും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പോളം കട്ട തൈര് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില, പുതിനയില രണ്ടും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും ചേർത്തതിന് ശേഷം നമുക്കൊരു 1/2 ടീസ്പൂണോളം നമ്മുടെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി ഒരു
10 മിനിറ്റ് വരെ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫിൽ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിക്കിട്ടും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിനുള്ള റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത എണ്ണ, അതിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് 3 കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കാം. നല്ലപോലെ ഒന്ന് ചൂടാകുമ്പോൾ അത് നല്ലൊരു മണം കൂടി വരും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ ഇതിനായിട്ട് തനിമ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരിപ്പയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബൗളിൽ 1 ബൗള് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ബൗളിൽ 1.5 ബൗള് വെള്ളം കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അരി നല്ല പോലെ കഴുകി വൃത്തിയാക്കി അരിപ്പയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇതേ എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നല്ല ഫുൾ ഫ്ലെയിമിൽ തീയിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം അരി. നല്ല രീതിയിൽ വറുക്കുക. അപ്പോൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ അരി അടിക്ക് പിടിച്ചു പോകും. നല്ല വറുത്ത് ഒരു 5 മിനിറ്റ് ആകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മണം കൂടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് അളന്ന് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ഞാൻ നല്ല പോലെ തിളപ്പിച്ചെടുത്ത വെള്ളമാണ്. തിളച്ച വെള്ളം തന്നെ കൂട്ടാൻ ശ്രദ്ധിക്കണം, അല്ലേ തണുത്ത വെള്ളം കൂട്ടാൻ പാടില്ല. വെള്ളം ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ നമ്മുടെ പച്ചവെള്ളം ചേർക്കാൻ പാടില്ല. ഇതിന് വെള്ളം അളന്നെടുത്ത് നല്ല രീതിയിൽ തിളപ്പിച്ച വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഉപ്പിട്ടതിന് ശേഷം ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പം ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. അപ്പം നമ്മുടെ മസാല നല്ല രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല വറ്റി നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ റൈസും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. അപ്പോൾ ഇതുപോലെ മസാല ഉണ്ടാക്കിയ അതേ പാത്രത്തിലാണ് ഞാൻ ദമ്മിട്ട് കൊടുക്കുന്നത്. അപ്പം മസാലയുടെ മുകളിലായിട്ട് നമുക്ക് പാതി റൈസ് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, ഞാൻ 2 ലെയറായിട്ടാണ് ചെയ്യുന്നുള്ളത്. പാതി റൈസ് ഇതുപോലെ ഇട്ട് നല്ല രീതിയിൽ വിതറി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് മല്ലിയില, പുതിനയില കുറച്ച് വിതറി കൊടുക്കുക. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. മുകളിൽ കുറച്ച് വിതറി കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ മാറ്റി വെച്ച മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് ഞാൻ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ബാക്കി വന്ന റൈസും കൂടി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ഇട്ട് കൊടുക്കുക. മല്ലിയില, പുതിനയില ഇതും ഇട്ട് കൊടുക്കാം.
ഇതിന് മുകളിലായിട്ട് ഒരിത്തിരി ഗരം മസാല പൊടി കൂടി വിതറി കൊടുക്കാം. അപ്പോൾ ഇത് ഒരു കളറിന് വേണ്ടി ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഒരു ചെറുനാരങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്, കുരു കളഞ്ഞതിന് ശേഷം. അപ്പോൾ ഞാൻ മൈദ മാവ് ഇതുപോലെ കട്ടിക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ പാത്രത്തിൻ്റെ മൂടിയുടെ സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ മൂടി വെച്ച് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് വരെ ഇത് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി നല്ല രീതിയിൽ റെഡിയായിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ ബിരിയാണിയുടെ ദമ്മ് ഞാൻ എടുക്കുകയാണ്. കണ്ടില്ല, നല്ല രീതിയിൽ നല്ല സ്മെല്ലും കൂടി വരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ബീഫ് ബിരിയാണി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് ചെറുനാരങ്ങ മാറ്റാം. നമ്മുടെ ബീഫ് ബിരിയാണി നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്, പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒരു സൈഡ് മുഴുവനായിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിനി ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.